Zoom out. നമുക്ക് ഫ്രണ്ട് ലോബിന്ന് ഇങ്ങനെ വരുന്ന ഇത് കാണിച്ചേ എന്തോ കൺഫ്യൂഷൻ. ആ സ്റ്റെയർ വരുന്ന ലൊക്കേഷനെ കൺഫ്യൂഷൻ. ഇവിടെ നിന്ന് നമ്മൾ വരുന്നു, ഇങ്ങനെ വന്നിട്ട് ഈ പോർഷനിലേക്ക്. ഇത് സോഫന്റെ സ്ഥലം അല്ലേ? ഇത് നമ്മുടെ സോഫ. ഓക്കെ, സോഫന്റെ ബാക്കിൽ മറ്റേ റൂമിന്റെ എൻട്രൻസ്. മറ്റേ റൂമിന്റെ എൻട്രൻസ്. അവിടെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ലിഫ്റ്റ് വരുന്നു, ലിഫ്റ്റിന്റെ ഇവിടെ ആയിട്ട് പാർട്ടി ഹാള് വരുന്നു, ഇവിടെ ബെഡ്റൂം വരുന്നു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കിച്ചണിലേക്കുള്ള ഒരു എൻട്രൻസ് നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഫുൾ ക്ലോസ് ചെയ്തിടേണ്ടി വരും. കിച്ചൺ എൻട്രൻസ് അകത്തുനിന്നും കൊടുത്തിട്ടുണ്ട്, പുറത്തുനിന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. അല്ല, ഉള്ളില് ആവശ്യമുണ്ടാവണം, നല്ലതാണ്. ഇൻ കേസ് പാർട്ടി ഹാളിലൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ അതൊക്കെ. ആ ഡോർ ഓപ്പൺ ആക്കിയാൽ എന്താണ് ഉണ്ടാവുക? ആ ഡോർ ഓപ്പൺ ആക്കിയാൽ നമ്മള് കിച്ചണിന്റെ ഈ ഇങ്ങനെ കാണും അല്ലേ? ഇതായിരിക്കും ഉണ്ടാവുക. ഓക്കെ. എന്നിട്ട് മറ്റേ ഡോർ എന്ന് പറയുന്നത് ഏതാണ്? ആ ഡോർ പറഞ്ഞാല് നമ്മള് ഇവിടുന്ന് ഈ പോകുന്നത് കണ്ടോ, ഈ ഡയറക്ഷനിൽ നിന്ന് ഇതിൽ നോക്കണം കേട്ടോ. ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, വേറെന്തോ കാണുന്നു. ഇവിടെ ഈ ഒരു പോർഷനിലേക്കുള്ളൊരു എൻട്രൻസ് പുറത്തേക്കുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. വാഷ് ബേസിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ മുകളിലത്തേക്ക് സ്റ്റെയർ കയറത്തില്ലേ, ആ സ്റ്റെയറിന്റെ അവിടെ സ്പേസ് വരത്തില്ലേ? അപ്പൊ ആ സ്പേസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇവിടെ ഒരു ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്തൊരു സ്പേസ് അപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് വാഷ് ബേസിൻ അങ്ങനെ വേണമെച്ചാൽ കൊടുക്കാം. പകരം മറ്റേ റൂമിൽ നിന്നുള്ള പാർട്ടി ഹാളിൽ നിന്നുള്ള വാഷ് ബേസിൻ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അതിന്റെ വലിയൊരു ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. റിസപ്ഷന്റെ ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സ്പേസ് ഉണ്ടാവോ, കിട്ടോ? എന്തോ? ഒരു മിനിറ്റ് ഇത് ക്ലിയർ ആയിട്ടെ. കിച്ചന്റെ ഭാഗം ക്ലിയർ ആയിട്ട്. ഫ്രിഡ്ജ് എവിടെ? ഫ്രിഡ്ജ് ഞാൻ കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു കുഞ്ഞൊരു സ്റ്റോർ ഏരിയ നമ്മൾ കൊടുത്തിരുന്നില്ലേ, അപ്പൊ അതിന്റെ അകത്തായിട്ടാണ് കൊടുത്തത്. സ്റ്റോർ ഏരിയ ചെറിയൊരു അതിന്റെ ഭാഗത്തായിട്ട് കൊടുത്തത്. എന്തോ? സ്റ്റോർ ഏരിയന്റെ അകത്തായിട്ട് ഫ്രിഡ്ജ് കൊടുത്തു കഴിഞ്ഞാല് taking goods it will be difficult. നമുക്ക് കിച്ചണും എല്ലാം ഇച്ചിരി ചെറുതാണല്ലോ, അപ്പോ ഡോറ് ഇവിടെ സ്ലാബ് 2 വേണ്ടേ? ഇതങ്ങനെ ഇതെന്താണ് വാഷ് ബേസിന്റെ സൈഡ്? അത് ജസ്റ്റ് ഒരു സ്ലാബ് പോലെ കൊടുത്തതാ. ബർണറാ? എന്തോ? ഇത് സ്ലാബ് മാത്രം. സ്ലാബ്, അതിന്റെ താഴെ സ്റ്റോറേജ് പോലെ ഉണ്ടാകും. അത് മറ്റേ സിങ്ക് വലുത് തന്നെയല്ലേ? വലുതാ, സ്റ്റീലിന്റെ സിങ്ക്.
ആ സിങ്ക് ഇതും ഒരേ ലെവലാക്കുന്നതല്ലേ? ആ അത് ഒരേ ലെവലാക്കോട്ടെ. ഇത് മോഡൽ വരുമ്പോ അത് ചിലത് അങ്ങനെ വരും. മോഡലിന്റെ ആവശ്യമില്ല, ആ സെയിം ലെവലാന്നല്ല. അത് ഓക്കെ. വെള്ളം ഇങ്ങനെ വൈപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് ഇടാൻ പറ്റിയേ. ആ മനസ്സിലായി. ഇവിടെ നിന്നല്ലേ? എന്താ കട്ടിങ് ആക്ടിവിറ്റീസ് മനസ്സിലായി അവിടെ നിന്ന് മനസ്സിലായി. വേണം. അത് സ്റ്റോറേജ് ഏരിയ മുകളിലുണ്ട്, ഫൈൻ. ആ താഴെ നമുക്ക് ഒരു മുകളിൽ ഇതുപോലെ 2 കൊടുത്തിരിക്കുന്നു. പിന്നെ അതേപോലെ ഇവിടെ ആയിട്ട് 2 എക്സോസ്റ്റ് വെന്റിലേഷൻ്റെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതൊന്ന് നം- അത് ആ ഓക്കെ. ബർണർ അവിടെ, ആ ബർണറും ആ ഏരിയ 2 ഒന്ന് ക്ലിയർ ചെയ്ത്. കൊടുത്തിട്ടുണ്ട്. അതായത് 4 ബർണർ ഉണ്ടാവും അല്ലേ? 4 ബേണേഴ്സ് കൊടുത്തിട്ടുണ്ട്. മതിയാവില്ലേ? ഓക്കെ. മതി. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു സ്ലാബ് ഏരിയ പോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഹൈറ്റ് കുറയും. ഹൈറ്റ് കുറച്ചുകൂടെ സെയിം ഹൈറ്റ്. ആ സെയിം ഹൈറ്റ് ആയിരിക്കും. സെയിം ബർണർ ഹൈറ്റ് ബർണറും അതെ ഒരേ ലെവലായിരിക്കൂലേ? ഒരേ ലെവലായിരിക്കും. ബർണർ അതായത് ഒരു വ്യത്യാസം കട്ടിങ് പോലെ കാണുന്നു. ആ അത് ഒരേ ലെവലിൽ. അത് ചിലപ്പോൾ നമ്മൾ മോഡൽ വെച്ചപ്പോൾ ഒരു ഡയമെൻഷൻ ഡിഫറൻസ് വന്നതായിരിക്കും. അത് ശരിയാക്കാം. ഓക്കെ. ആ അത് ശരിയാവാം. പിന്നെ ബർണറിന്റെ അടിയിൽ ഗ്യാസ് വെക്കുന്ന ഫെസിലിറ്റി, ഗ്യാസ് ഗ്യാസ് സ്റ്റോറേജ് പുറത്തുനിന്നാണോ അല്ലെങ്കിൽ അകത്താണോ വെക്കുക? പുറത്തുനിന്ന് ട്യൂബിങ് ചെയ്യുന്നതാണ്. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബോളിന്റെ ആ സൈഡായിട്ട് വെച്ചിട്ട് അത് നമ്മൾ ഗ്രില്ല് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യും, അങ്ങനെ പോരെ? ഓക്കെ. അവിടത്തേക്ക് വണ്ടി ആക്സസ് ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളെ ആ പുറത്തുനിന്ന് അവിടെ മറ്റേ നമുക്ക് പ്ലേ കിച്ചണിലേക്കുള്ള. ഗ്രൗണ്ട് ഒക്കെ വന്ന ഏരിയ. അത് മതി, അത് മതി. ആ അത് എക്സ്റ്റീരിയറിൽ കാണിക്കാൻ പറയാട്ടോ. സ്റ്റോറേജ് ഏരിയ ഇത് മതിയാവത്തില്ലേ? ചെറിയൊരു അതൊരു ഏരിയ ആണ്. മതി മതി മതി. അത് പിന്നെ ഫുള്ളി വെന്റിലേറ്റഡ് ഏരിയ അല്ലല്ലോ. അല്ല അല്ല, അത് ഇവിടെ പാറ്റ നമുക്ക് കൂറ വാഷ്റൂം വരുവേ. പല്ലി. ഓക്കെ. അപ്പൊ ഞാൻ അത് കാണിക്കാവേ. അതായത് നമ്മളുടെ സ്റ്റാഫ്. ഫുള്ളി ടൈറ്റ് പാക്കഡ് റൂം ആയിരിക്കണം ആ അത് സ്റ്റോറേജ് ഏരിയ. ഓക്കെ. അത് ഇവിടെ നമുക്കപ്പോ ഡോറ്, ഐ മീൻ കോൾഡ് സ്റ്റോറേജ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണോ? വേണമെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാക്കാം, അല്ലെങ്കിൽ ടൈറ്റ് പാക്കഡ് റൂം ആയി കഴിഞ്ഞാൽ നല്ലതാ. അതെ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോറും കൂടെ കൊടുക്കുമ്പോ ഈ ഒരു സ്പേസ്. ഇൻ കേസ് മറ്റേ അതായത് ഇതുണ്ടാവും പാടില്ല, കൂറ, പല്ലി, എലി, ചെറുമ്പ് മനസ്സിലായി. അങ്ങനെ. അപ്പൊ നമ്മള് ഡോർ അവിടെ കൊടുക്കാം. ഓക്കെ. ഫ്രിഡ്ജ് ഒക്കെ ഇവിടെ മതിയല്ലോ അല്ലേ? പിന്നെ ഒരു മിനിറ്റ്. ഇത് എന്താ? വാളൊക്കെ, കിച്ചൺ വാൾസ് ഒക്കെ SS-ന്റെ സ്റ്റീലിന്റെ അല്ലേ? ഒരു ഇതാക്കണേ. കിച്ചൺ ടൈൽ എന്തായിരുന്നു എസ്എസ്സിന് വേണമെന്ന് പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇതെന്താ ടൈലാ? ഏതാണ് ടൈൽസ്? ഇത് വാൾ ടൈൽസാ? അത് അത് വോൾ ടൈൽസ് പോലെ. വോൾ ടൈൽസ് അല്ലെങ്കിൽ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സിമെന്റ് ഫിനിഷിൽ വരുന്നത് കാണിച്ചെന്നുള്ളൂ. അതല്ലേ ഇതിപ്പം പിന്നെ ഇതാവോ മറ്റേ? ഓക്കെ. ഇതിപ്പോ ഇത് മറ്റേ ഇതാ വൃത്തി സ്റ്റാൻഡേർഡ്. എന്തോ? ഓക്കെ. വാൾ ടൈൽസ് അതായത് ഓക്കെ. ഇത് മതി. ഓക്കെ ഫൈൻ. ഓക്കെ. ഒരു മിനിറ്റ് ആലോചിക്കാം. പിന്നെ നമുക്ക് വരുന്നത് 2 വാഷ്റൂംസ് ആണ്. ഒരു മിനിറ്റ്. ഏത് വാഷ്റൂമാ? സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള 2 വാഷ്റൂം നമ്മൾ കാണിച്ചിരുന്നില്ലേ? ഒരു മിനിറ്റ്. ചെറുത് മതി. ഒരു മിനിറ്റ്. ഇത് വെളിയിലാ? വെളിയിലായിട്ടുള്ളതാണ്. വെളിയിൽ നിന്ന് വരുന്നിട്ട് 2 വാഷ്റൂംസ് ഇതേപോലെ ഓക്കെ. ചെറുതായിട്ട്. അതിൽ ചെറുതിൽ തന്നെ അതിൽ ഷവറും കൊടുത്തേ. ഷവറും കൊടുക്കാൻ കൊടുക്കാം. പറ്റില്ല? കൊടുക്കണേ.
പക്ഷെ ഇതൊരു പ്രശ്നം ഉണ്ടാവും, അതായത് ചെറിയൊരു ഏരിയ ആണ് 90 85 ഒക്കെ 85 ആണ് എടുത്തേക്കുന്നത് വീതി. ഷവർ ഏരിയയും കൂടെ വേണം എങ്കിൽ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഡോറ് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കൊടുക്കാം കുളിക്കുമ്പോൾ. പക്ഷെ ഈ ഒരു ഭാഗത്തുനിന്ന് കുളിക്കേണ്ടി വരും. ഇച്ചിരി കണ്ടീഷൻ 150 85 ആയിരുന്നു. കിട്ടില്ലേ? എന്തോ ഷവർ കിട്ടൂല. ഷവർ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു സാധാരണ ഡോറ് തുറന്നു കഴിഞ്ഞ് കുറച്ചൊരു വേറെ സ്പേസിലായിരിക്കുമല്ലോ ഉണ്ടാവുക. നമ്മൾ സാധാരണ ക്യൂബിക്കിളായിട്ട് വാഷ്റൂംസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം യൂസ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ, കയറി വരുന്നിടത്ത് തന്നെ ഒരു അല്ല ഓൾ ടൈം ഷവർ യൂസ് ചെയ്യുന്നുള്ളൂ, അങ്ങനല്ല. കുഴപ്പമില്ല, കൂടെ വെക്കാം. മറ്റേ